കരവാളൂർ ശ്രീകൃഷ്ണവിലാസം 4601 നമ്പർ NSS കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ പൊതുയോഗവും പുതിയ ഭരണസമിതി തിരഞ്ഞെടുപ്പും ആദരവും സംഘടിപ്പിച്ചു. ജി വാസുദേവൻ നായർ ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. അശോകൻ നായർ സ്വാഗതം പറഞ്ഞു. ഡോക്ടർ KV വിനോദ് മുഖ്യപ്രഭാഷണം നടത്തി. താലൂക്ക് യൂണിയൻ സെക്രട്ടറി G അനിൽകുമാർ, താലൂക്ക് യൂണിയൻ മേഖലാ പ്രതിനിധി P പ്രകാശ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ പുതിയ ഭരണസമിതി തിരഞ്ഞെടുപ്പ് നടത്തി. പ്രസിഡന്റായി R സുന്ദരേശൻ നായരെയും വൈസ് പ്രസിഡന്റായി V അനിൽകുമാറിനെയും സെക്രട്ടറിയായി N അശോകൻ നായരെയും ജോയിന്റ് സെക്രട്ടറിയായി വിഷ്ണുഗോപാലിനെയും ട്രഷററായി ഹരികൃഷ്ണക്കുറുപ്പിനെയും തിരഞ്ഞെടുത്തു. തുടർന്ന് താലൂക്ക് യൂണിയൻ പ്രതിനിധിയായി G വാസുദേവൻ നായരെയും തിരഞ്ഞെടുത്തു. കമ്മിറ്റി അംഗങ്ങളായി D സന്തോഷ്, ഗോപകുമാർ, അനിൽകുമാർ, രാജശേഖരൻ നായർ, പ്രശാന്ത്, ചന്ദ്രശേഖരൻ നായർ, ശ്രീലത സുന്ദർ എന്നിവരെയും തിരഞ്ഞെടുത്തു. അൽ-അമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. കരുത്തേകുന്ന രീതിയിൽ പ്രവർത്തന പാരമ്പര്യത്തോട് ഉൾക്കൊള്ളുന്ന ഒരു ടീം ആണ് സംഘടനാ പ്രവർത്തനത്തിന് വന്ന് പ്രവർത്തിക്കുന്നത്. അത് കേരളത്തിലെ എല്ലാ തലങ്ങളിലും, ഒരു സ്ഥലമെന്നുള്ളതല്ല, സർവ്വവ്യാപകമായും NSS ഈ 100 വർഷം മുന്നേ ഇദ്ദേഹം കണ്ടെത്തിയ വലിയൊരു നിർവചനം, വലിയ ലക്ഷ്യബോധത്തോടുകൂടി 18 വയസ്സ് പൂർത്തിയായ സ്വസ്ഥബുദ്ധിയുള്ള NSSനെ സ്നേഹിക്കുന്ന ആൾക്കാരെ അംഗത്വം എടുത്ത് അതിൻ്റെ ദൈനംദിന പ്രവർത്തനത്തിൻ്റെ മുഖ്യധാരയിലേക്ക് നിൽക്കുക. അല്ലാതെ 3 വർഷത്തിലൊരിക്കൽ കൂടുമ്പം തെരഞ്ഞെടുപ്പ് ഉദ്യോഗത്തിന് വരികയും നാട്ടിലെല്ലാം NSSനെ ആക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു സംഘടനാ സംവിധാനമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം. വളരെ കരുത്തുള്ള ഒരു പ്രസ്ഥാനമാണ് നായർ സർവീസ് സൊസൈറ്റി. ആ നായർ സർവീസ് സൊസൈറ്റിയുടെ വാക്കുകൾ, വചനങ്ങൾ ഇന്ന് കേരളത്തിൻ്റെ രാഷ്ട്രീയ തലങ്ങളിൽ മുഴങ്ങിക്കേൾക്കുകയും സാമൂഹ്യമായി അതിനൊരു വലിയ അംഗീകാരം കൊടുക്കുന്നു എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. അത് ഉൾക്കൊള്ളേണ്ട സത്യം തന്നെയാണ്. പെരുന്നയിൽ നിന്ന് വരുന്നൊരു വാക്കിനെ ഗവൺമെൻറ് തലത്തിലായാലും രാഷ്ട്രീയ നേതൃത്വമായാലും സഹോദര സമുദായങ്ങളായാലും അത് ശ്രമിക്കുന്നു. ശരിയായാലും തെറ്റായാലും ചർച്ചകൾ വരുമ്പോൾ നായർ സർവീസ് സൊസൈറ്റിയുടെ ജനറൽ സെക്രട്ടറിയുടെയും ബോർഡിൻ്റെയൊക്കെ ചർച്ചകളിൽ തീരുമാനങ്ങൾ അവരത് മുഖ്യമായും ഉൾക്കൊണ്ടുകൊണ്ട് ചർച്ച ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ഇന്ന് ഈ സംഘടന ശക്തിപ്പെട്ടിരിക്കുന്നു കേരളത്തിൽ. അതിൻ്റെ രൂപവും ഭാവവും അവൻ എന്ത് പറഞ്ഞോ അതിൽ നിന്നൊരു ഇട പോലും വ്യതിചലിക്കാതെ ഭരണത്തിൻ്റെ സുഖത്തിനോ അധികാരത്തിൻ്റെ സ്ഥാനങ്ങളെത്താനോ അല്ലെങ്കിൽ എന്തെങ്കിലും കെട്ടിപ്പിടുക്കുവാനോ വേണ്ടി പറഞ്ഞിരിക്കുന്ന വാക്കുകൾ മാറ്റി വെച്ചിട്ട് പ്രവർത്തിക്കാത്തൊരു പ്രസ്ഥാനമാണ് നായർ സർവീസ് സൊസൈറ്റി. അതാണ് നമുക്ക് ആചാര്യൻ പറഞ്ഞു തന്നതും പഠിപ്പിച്ചതും നിലനിർത്തുന്നതും. ജനാധിപത്യവും സോഷ്യലിസവും മതേതരത്വവും നിലനിർത്തുന്നു. അതോടൊപ്പം സഹോദര സമുദായങ്ങളെ ഉന്നമനത്തിനായും അവരുടെ പുരോഗതിക്കായും കൂടെ കരുതലോടുകൂടി നായർ സമുദായം നിന്ന് പ്രവർത്തിക്കണം എന്ന് മഹാനായ മന്നത്ത് പത്മനാഭൻ്റെ അമ്മ പാർവതി അമ്മ കൊളുത്തിയ സായം സന്ധിയിൽ ദീപം സാക്ഷിയായി കൊളുത്തുകയും ആ കൊളുത്തിയ പ്രതിജ്ഞയിൽ പൂമുഖത്ത് മന്നത്തിൻ്റെ പൂമുഖത്ത് നിന്നുകൊണ്ട് പ്രതിജ്ഞ 14 കുട്ടികൾ ചെറുപ്പക്കാർ കൂടി എടുക്കുകയും ചെയ്ത പ്രതിജ്ഞയാണ് ഇന്ന് നമ്മൾ നിലനിർത്തുന്നത്. അതിനൊരു പോറൽ പോലും ഏൽക്കാതെ. താലൂക്ക് യൂണിയൻ സെക്രട്ടറി G അനിൽകുമാർ, യൂറോളജിസ്റ്റ് ഡോക്ടർ KV വിനോദ്, മുൻ കരയോഗം പ്രസിഡന്റ് വാസുദേവൻ നായർ എന്നിവരെ അനുമോദിച്ചു. ഈ വർഷം SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ സ്കോളർഷിപ്പും മൊമൻറ്റോയും നൽകി അനുമോദിച്ചു. യോഗത്തിന് യജ്ഞാചാര്യനും കരയോഗം അംഗവുമായ മാത്ര സുന്ദരേശൻ നന്ദി പറഞ്ഞു. റിപ്പോർട്ടർ സുനിൽ G, കരവാളൂർ. പുനലൂരിന്റെ പൊൻതിളക്കം അൽ-അമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം. പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം. വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും. എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ. ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ്. അൽ-അമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. ഫോൺ 0475 291 2916 8129 69916.